അപ്പോൾ ഈ ലൈറ്റ് ഇതിൽ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ചെറിയ ലൈറ്റിന് ഇത്രയും വെട്ടമുണ്ടാകുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഓക്കെ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് നമ്മളെ വണ്ടിയിൽ സെറ്റ് ചെയ്തേക്കുന്ന ഫോഗ്ലേജിനെ പറ്റിയാണ്. ഗെയ്സ്, അപ്പോൾ നമ്മളെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിന് അത്യാവശ്യം വെട്ടം മുമ്പേ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു ലുക്കിന് വേണ്ടി ചെറിയ രീതിക്ക് ചിൻ്റടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചിൻ്റടിച്ചതോടെ ഇതിൻ്റെ വെട്ടം നല്ല രീതിക്ക് കുറഞ്ഞു. അപ്പോൾ ഒരു സപ്പോർട്ടിന് വേണ്ടി ഞാൻ അഡീഷണലായിട്ട് സെറ്റ് ചെയ്ത ഫോഗ് ലാമ്പാണിത്. അപ്പോൾ ഇത് 2 മിനി ഡ്രൈവിംഗ് ഫോഗ് ലാംപ്സ് ആണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ചപ്പോൾ ഇതിനൊരു 1450 അടുപ്പിച്ച് വില ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ആ സെയിം റേറ്റ് നിങ്ങൾക്ക് HJGയുടെ മിനി ഡ്രൈവിംഗ് ഫോഗ് ലാമ്പ് കിട്ടും. അത് നമ്പർ പറഞ്ഞ വ്യത്യാസം എന്ന് വെച്ചാൽ അത് കുറച്ചുകൂടെ ക്വാളിറ്റി ബേസും ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഇതിൽ കുറച്ചുകൂടെ സൈസും ഉണ്ട്. അവിടെ 2 കൂളിംഗ് ആയിട്ടുള്ള ഫാനുകളും വരുന്നുണ്ട് അതിൽ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഈ സ്റ്റോക്കായിട്ട് നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ അതുവഴി ടോപ്പിലോട്ടാക്കിയിട്ട് ആ ഗ്യാപ്പിലാണ് ഈ സ്ക്രൂ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് ക്ലാമ്പിന് കുറച്ചുകൂടെ ലെന്ത് ഉണ്ട്. അപ്പോൾ അത്രയും ലെന്ത് വെച്ച് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗട്ടറിലൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് വന്ന് മഡ്ഗാർഡ് ഇടിക്കും. അതുകൊണ്ട് ആ സ്റ്റോക്ക് ക്ലാമ്പ് കട്ട് ചെയ്ത് നീളം കുറച്ചുകൂടെ ടോപ്പിലോട്ട് ഹോൾട്ടാണ് ഇത് ഇപ്പോൾ ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ലൈറ്റിൽ വരുന്ന 2 മോഡ്സുള്ള ലൈറ്റാണിത്. എന്ന് വെച്ചാൽ ഒരെണ്ണം യെല്ലോ ലൈറ്റും ഒന്ന് വൈറ്റ് ലൈറ്റും വരുന്നുണ്ട്. അപ്പോൾ ഇത് കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഇഗ്നീഷനിലാണ്, ഇത് വണ്ടിയുടെ ഇഗ്നീഷനിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ സ്വിച്ച് ഇത് കുറച്ച് ക്വാളിറ്റി കൂടിയ മെറ്റൽ സ്വിച്ചാണ്, വാട്ടർ പ്രൂഫാണ്. അപ്പോൾ ഇതിന് കുറച്ച് റേറ്റ് ആയിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു അന്ന് എടുത്തപ്പോഴത്തേക്ക് 400 രൂപയാണ് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു നോർമൽ സ്വിച്ച് അല്ലെ, 2 വേ സ്വിച്ചാണ്. എന്ന് വെച്ചാൽ ഇത് താഴോട്ട് അടിച്ചു കഴിഞ്ഞാൽ വൈറ്റ് ലൈറ്റും മുകളിലോട്ടാണെങ്കിൽ യെല്ലോ ലൈറ്റുമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഓരോ ലൈറ്റ് വിട്ട് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ വൈറ്റ് മോഡ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് വെട്ടം കിട്ടുന്നുണ്ട് നമുക്ക് നിന്ന്. ഈ ചെറിയ ലൈറ്റ് ആണെങ്കിലും ഇതിൻ്റെ പവർ കുറച്ച് കൂടുതലാണ്. കഴിഞ്ഞ് ഈ സെൻറ്റർ വരുമ്പോൾ ഇത് ഓഫാവും. ടോപ്പിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ യെല്ലോ ലൈറ്റും വരും. അപ്പോൾ ഈ യെല്ലോ ലൈറ്റിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നല്ല രീതിക്ക് കറക്റ്റ് ഫ്രണ്ട് വന്നു കഴിഞ്ഞാൽ കണ്ണൊന്നും നേരെ കാണാൻ പറ്റാത്ത രീതിയിൽ വെട്ടം ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫോഗ് ലാമ്പിൻ്റെ വെട്ടം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ തൽക്കാലം ഹെഡ്ലൈറ്റ് ഒന്നും ഇടുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വൈറ്റ് ലൈറ്റ്, ഇതാണ് എൻ്റെ യെല്ലോ ലൈറ്റ്. അപ്പോൾ യെല്ലോ ലൈറ്റ് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആവാനുണ്ട്. എന്നാലും ഹെഡ്ലൈറ്റിനെ കാട്ടി അത്യാവശ്യം നല്ല രീതിക്ക് വെട്ടം ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും സെറ്റ് ചെയ്തിട്ട് ഒരു 5-6 മാസത്തിൽ കൂടുതലാവും എന്തായാലും. ഇപ്പോൾ ഫാനൊന്നും ഇല്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ലൈറ്റിൻ്റെ വില കുറവാണ്. 1350 രൂപയ്ക്ക് ഇതിൻ്റെ ഒറിജിനൽ ലൈറ്റ് കിട്ടും വിത്ത് ഫാനുള്ളത്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ഇടയ്ക്ക് വെച്ച് നമ്മളത് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഇനി വാങ്ങിക്കുകയാണെങ്കിൽ അത് വാങ്ങിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. പിന്നെ ഈ ലൈറ്റ് ഞാൻ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിരുന്നതെന്ന് വെച്ചാൽ ഈ റേഡിയേറ്ററിൻ്റെ ഈ കവറിലാണ് സെറ്റ് ചെയ്ത്, ഇവിടെ ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് 2 സൈഡിലും. പക്ഷേ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെട്ടം നമുക്ക് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് ഫ്രണ്ടിൽ കിട്ടില്ല. പിന്നെ ഇതാകുമ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ താഴെ വെച്ചിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് വെട്ടം റോഡിൽ തന്നെ കിട്ടും. പിന്നെ വെക്കുന്ന സമയത്ത് ഇത് കുറച്ച് താഴ്ത്ത് വെക്കാൻ ശ്രദ്ധിക്കണം. അല്ലാതെ ഇത്രയും വെട്ടം അടിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളിൽ നമ്മളെ കാണാൻ പറ്റില്ല. പിന്നെ ഇതിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ നമ്പർ പ്ലേറ്റ് അഴിച്ചെടുത്ത് ടോപ്പിലോട്ട് വെച്ചത്. ഇപ്പോൾ എനിക്ക് എന്തായാലും ഇത് നല്ല യൂസായിട്ട് വരുന്നുണ്ട്. ഞാൻ പിന്നെ ഇത് എപ്പോഴൊന്നും ഇടാറില്ല, മഴ സമയത്തൊക്കെ മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത്. ഗൈസ്, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്തരം കാര്യങ്ങൾ മാത്രമാണുള്ളത്. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ കണ്ടൻസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ എൻ്റെ ഇൻസ്റ്റ ഐഡിയും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.